രാഹുൽ ഗാന്ധിയുടെ മാനസിക നില തെറ്റിയോ? അങ്ങനെ തോന്നിപ്പിക്കും വിധത്തിൽ അദ്ദേഹം തന്റെ യൂട്യൂബ് ചാനലിൽ നടത്തിയിരിക്കുന്ന ചില പരാമർശങ്ങൾ ചർച്ചയാവുകയാണ്. 1893 ജൂണിൽ ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയെ ട്രെയിനിൽ നിന്ന് പുറത്താക്കുമ്പോൾ 4 വയസ്സുകാരനായ അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ നെഹ്റു പ്രതിഷേധിച്ചു എന്നാണ് രാഹുൽ പറയുന്നത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി യൂട്യൂബ് ചാനലിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ മഹാത്മാഗാന്ധിയെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പങ്കുവച്ചു എന്ന പരാതി ഉന്നയിച്ചിരിക്കുന്നത് BJP MP ലഹർ സിംഗ് സിറോയാണ്. ഗാന്ധിയെപ്പറ്റി തെറ്റായ വിവരങ്ങൾ പങ്കുവച്ചതിൽ രാഹുലിനെ വിമർശിച്ച് അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നു. 92 ലക്ഷം സബ്സ്ക്രൈബർമാരുള്ള രാഹുൽ ഗാന്ധിയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിൽ മഹാത്മാഗാന്ധിയും ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെയും കുറിച്ചുള്ള കാര്യങ്ങൾ രാഹുൽ പങ്കുവച്ചിരുന്നു. കൂടാതെ ഒരു നീണ്ട അഭിമുഖമാണ്. ഈ അഭിമുഖത്തിൽ രാഷ്ട്രീയത്തിലെ തന്റെ ഒരു യാത്രയെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. കൊളോണിയൽ ശക്തിക്ക് എതിരായ മഹാത്മാഗാന്ധിയുടെ പോരാട്ടത്തെയാണ് ഇതിൽ വിശദീകരിച്ചിരിക്കുന്നത്. അതനുസരിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇങ്ങനെയാണ്: മഹാത്മാഗാന്ധിയെ UK വെച്ച് ട്രെയിനിൽ നിന്ന് വലിച്ചെറിഞ്ഞു. അതിനുശേഷം എന്റെ മുതുമുത്തച്ഛൻ നെഹ്റുവും അദ്ദേഹത്തിന്റെ ബന്ധുക്കളും പ്രതികാരം ചെയ്തു. BJP MP ലഹർ സിംഗ് ഈ പ്രസ്താവനയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നു. മഹാത്മാഗാന്ധിയെ ഇംഗ്ലണ്ടിൽ ട്രെയിനിൽ നിന്ന് പുറത്താക്കിയ ഒരു സംഭവം പോലും ഉണ്ടായിട്ടില്ല. രാഹുൽ ഗാന്ധി തന്റെ മുതുമുത്തച്ഛൻ പണ്ഡിറ്റ് നെഹ്റുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നതിനാൽ വളരെ താല്പര്യത്തോടെയാണ് അത്ര അദ്ദേഹം ഈ അഭിമുഖം കേട്ടത്. എന്നാൽ മഹാത്മാഗാന്ധി ഇംഗ്ലണ്ടിൽ ട്രെയിനിൽ നിന്ന് പുറത്താക്കിയെന്ന് അദ്ദേഹം സമയമനുസരിച്ച് പറയുന്നുണ്ട്. അതായത് 2 മിനിറ്റ് 40 സെക്കൻഡ് ഉള്ളപ്പോൾ, ആ വീഡിയോയുടെ 2 മിനിറ്റ് 40 സെക്കൻഡ് ഉള്ളപ്പോഴാണ് അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു കേൾക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്നാണ് ലഹർ സിംഗ് പറയുന്നത്. എൻ്റെ ഫോണിലാണ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തത്. രാഹുൽ ഗാന്ധി എഡിറ്റ് ചെയ്ത് ചിലപ്പോൾ ഈ തെറ്റ് ചൂണ്ടിക്കാണിച്ചതിന് ശേഷം അത് മറച്ചു വെക്കാൻ ശ്രമിച്ചേക്കാം എന്ന് സംശയമുള്ളത് കൊണ്ടാണ് ഞാനത് റെക്കോർഡ് ചെയ്തത് എന്ന് BJP നേതാവ് പറയുന്നു. രാഹുൽ ഗാന്ധിയിൽ നിന്ന് ആരും ചരിത്രം പഠിക്കാൻ പോകരുത്. അത്ര വിദ്യാഭ്യാസമില്ലാത്ത എന്നെ പോലുള്ള ഒരാൾക്ക് പോലും ഗാന്ധിയെ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ട്രെയിനിൽ നിന്ന് പുറത്താക്കിയ കാര്യം അറിയാം. ബുദ്ധിമാനായ കോൺഗ്രസുകാരും സന്ദീപ് ദീക്ഷിത്തിനെ പോലുള്ള നല്ല വ്യക്തിയും പോലും നെഹ്റു കുടുംബത്തിലെ പിൻഗാമിയായ രാഹുൽ ഗാന്ധിയുടെ ഈ തെറ്റ് തിരിച്ചറിയാത്തത് ദുഃഖകരമാണ് എന്നാണ് ലഹർ സിംഗിന്റെ പരിഹാസം. ദക്ഷിണാഫ്രിക്കയിലെ നട്ടാലിൽ അഭിഭാഷകനായി ജോലി ചെയ്യുന്നതിനിടെ 1891 ജൂൺ 7 ഡർബനിൽ നിന്നുള്ള യാത്രയ്ക്കിടെ മഹാത്മാഗാന്ധി ഫസ്റ്റ് ക്ലാസ് ട്രെയിനിലെ സീറ്റിൽ നിന്ന് പുറത്താക്കി. രാഹുൽ ഗാന്ധിക്കെതിരെ ഗാന്ധിജിയെ അപമാനിച്ചതിന് പ്രതികാരം ചെയ്യാൻ തന്റെ മുതുമുത്തച്ഛൻ നെഹ്റുവും കസിൻസും അലഹബാദ് റെയിൽവേ സ്റ്റേഷനിൽ പോയി ചില ബ്രിട്ടീഷുകാരെ ഫസ്റ്റ് ക്ലാസ് കോച്ചുകളിൽ നിന്ന് പുറത്താക്കിയതായി രാഹുൽ അഭിമുഖത്തിൽ പറയുന്നു. എന്നാൽ 1893 ജൂണിൽ ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയെ ട്രെയിനിൽ നിന്ന് പുറത്താക്കുമ്പോൾ നെഹ്റുജിക്ക് വെറും 4 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 4 വയസ്സുള്ള ഒരു കുട്ടി പ്രതിഷേധിക്കാൻ അലഹബാദ് റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്നു എന്നാണ് സിറോയയുടെ ചോദ്യം. രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ പല രീതിയിലുള്ള അവകാശവാദങ്ങൾ പല വീഡിയോകളിൽ ചെയ്യുന്നുണ്ട്. അദ്ദേഹം നടത്തിയത് എന്ന അവകാശവാദവുമായി ഒരു പ്രസംഗം കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ ആരും തന്നോട് ബഹുമാനം കാണിച്ചിട്ടില്ല എന്നും തന്റെ പിതാവ് മാത്രമാണ് ബഹുമാനവും ആദരവും നൽകിയത് എന്നാണ് ഗാന്ധി പറയുന്നത്. അത്തരത്തിലാണ് ആ ഒരു വീഡിയോ പ്രചരിച്ചിരിക്കുന്നത്. ആ വീഡിയോയിൽ രാഹുൽ ഗാന്ധിയുടെ വൈറൽ പ്രസ്താവന കേൾക്കാം. അത് സുൽത്താൻപൂരിലെ തന്റെ സന്ദർശനത്തെക്കുറിച്ചും അവിടെ ചെട്രാമോച്ചി എന്ന ചെരുപ്പ് കുത്തിയെ കണ്ടതിനെ കുറിച്ചുമൊക്കെയാണ് വീഡിയോയിൽ അദ്ദേഹം സംസാരിക്കുന്നത്. ചെട്രാമോച്ചിയുമായി നടത്തിയ സംഭാഷണത്തെക്കുറിച്ച് അദ്ദേഹം ഈ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ 40 വർഷമായി സുൽത്താൻപൂരിലാണ് താൻ താമസിക്കുന്നത് എന്നും ആരും തന്നെ ബഹുമാനിച്ചിട്ടില്ലെന്നും തന്റെ പിതാവ് മാത്രമാണ് അന്തസ്സും ബഹുമാനവും നൽകിയത് എന്നും മോച്ചി രാഹുൽ ഗാന്ധിയോട് പറഞ്ഞതായാണ് ഈ പ്രസംഗത്തിൽ പറയുന്നത്. ഇതിൽ നിന്ന് രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗത്തിൽ ചെട്രാമോച്ചിയെ കുറിച്ചാണ് സംസാരിച്ചത് എന്ന് വ്യക്തമായിരുന്നു. ഇനി ഈ വീഡിയോയിലും അങ്ങനെ എന്തെങ്കിലും ആണോ എന്നുള്ളത് നമുക്ക് കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ ഇതിന്റെ ഒരു ചെക്കിംഗ് ഒക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തൊക്കെയായാലും രാഹുൽ ഗാന്ധി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ BJP നേതാവ് പറഞ്ഞതുപോലെ തന്നെ ആരും രാഹുൽ ഗാന്ധിയിൽ നിന്ന് ചരിത്രം പഠിക്കാൻ പോകരുത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.